പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ CPM പ്രവർത്തകനായ യുവാവ് മരിച്ച സംഭവത്തിൽ 3 CPM പ്രവർത്തകർ അറസ്റ്റിലായി. ബോംബ് നിർമ്മിച്ച സംഘത്തിലുണ്ടായിരുന്നവരാണ് പിടിയിലായത്. ചെറുപറമ്പ് സ്വദേശി ഷെബിൻ ലാൽ, കൂത്തുപറമ്പ് സ്വദേശി അതുൽ കെ, ചെണ്ടയാട് സ്വദേശി അരുൺ കെ എന്നിവരാണ് അറസ്റ്റിലായത്. സായൂജ് എന്നയാൾ കസ്റ്റഡിയിലുണ്ട്. കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പാലക്കാട് വെച്ചാണ് ഇയാൾ പിടിയിലായത്. 4 പേരും ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നവരാണ്. രാത്രി സ്ഥലത്തുണ്ടായിരുന്നവരിൽ മരിച്ച ഷെറിൽ, ഗുരുതര പരിക്കേറ്റ വിനീഷ്, വിനോദ്, അശ്വന്ത് എന്നിവരുൾപ്പെടെ 8 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. എല്ലാവരും CPM അനുഭാവികളാണ്. നിരവധി ക്രിമിനൽ കേസുകളും ഇവർക്കെതിരെയുണ്ട്. കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ള ഇവരെ തിരഞ്ഞെടുപ്പ് കാലത്ത് നിരീക്ഷിക്കുന്നതിൽ പോലീസിനുണ്ടായിരുന്നത് ഗുരുതര വീഴ്ചയെന്ന് വ്യക്തമാവുകയാണ്. ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത് എന്ന് തെളിഞ്ഞിട്ടും എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്നതിൽ ഇനിയും ഉത്തരമില്ല. അന്വേഷണത്തിലെ പോലീസിന്റെ മെല്ലെപ്പോക്കിലും വിമർശനമുയരുന്നുണ്ട്. പാനൂരിലെ ക്രിമിനൽ സംഘം ബോംബുണ്ടാക്കുന്നു എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചു എന്ന ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി. ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ച് തനിക്കറിവില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം. സ്ഫോടനമുണ്ടായ പ്രദേശത്ത് പോലീസ് ഇപ്പോഴും പരിശോധന തുടരുകയാണ്. പരിക്കേറ്റ വിനീഷിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. സ്ഫോടനത്തിന് ശേഷം കസ്റ്റഡിയിലായ അരുണിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അരുണിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2 പേരെ കൂടി ഇന്നലെ രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് പാലക്കാട് നിന്ന് കൈവേലിക്കര സ്വദേശി സായൂജിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം വടകരയിൽ നിന്ന് ട്രെയിൻ കയറി പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു ഇയാൾ. കടന്നുകളഞ്ഞ സായൂജിന്റെ ചിത്രങ്ങൾ പാനൂർ പോലീസ് പാലക്കാട് റെയിൽവേ പോലീസിന് കൈമാറിയിരുന്നു. ഇതേ തുടർന്നാണ് പുലർച്ചെ തന്നെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സായൂജിനെ കസ്റ്റഡിയിലെടുത്ത് പാനൂർ പോലീസിന് കൈമാറിയത്. സ്ഫോടനത്തിൽ നിസ്സാര പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന 2 പേരെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ഇവർ ചികിത്സയിലുള്ളത്. വിനോദ് എന്ന ആൾ വ്യാജ പേരിലാണ് പരിയാരം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. ഇവർ 2 പേരും സ്ഫോടനം നടക്കുമ്പോൾ വീടിന്റെ മുറ്റത്താണ് ഉണ്ടായിരുന്നത്. സ്ഫോടനത്തിൽ ചില്ല് തെറിച്ചാണ് ഇവർക്ക് 2 പേർക്കും പരിക്കേറ്റത്. അതേസമയം സ്ഫോടനത്തിൽ 2 കൈകളും മറ്റു തൂങ്ങിയ വിനീഷ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇയാൾ ഇപ്പോഴും അബോധാവസ്ഥയിലാണ് എന്നാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് പാനൂർ മുളിയാത്തോട് മാവുള്ള ചാലിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ CPM പ്രവർത്തകനായ യുവാവ് മരിച്ചത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ടെറസിൽ ബോംബ് നിർമ്മിച്ച മുളിയാത്തോട് കാട്ടിന്റെ അവിടെ ഷെറിലാണ് മരിച്ചത്. അതേസമയം ഈ ബോംബ് സ്ഫോടനം തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കിയിരിക്കുകയാണ് UDF. വടകര മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ സമാധാന സന്ദേശയാത്ര തുടങ്ങി. പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് UDFന്റെ നേതൃത്വത്തിൽ ഈ സമാധാന സന്ദേശയാത്ര തുടങ്ങിയിരിക്കുന്നത്. RMP നേതാവും MLA-യുമായ KK രമയും യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. പാനൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് തുടങ്ങി ബസ് സ്റ്റാൻഡിലാണ് ഈ യാത്ര സമാപിക്കുക. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് CPM നടത്തുന്നത് എന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. ബോംബ് രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ CPM തയ്യാറല്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനമെന്നും അദ്ദേഹം ആരോപിച്ചു. ഷാഫി പറമ്പിലിന്റെ തിരഞ്ഞെടുപ്പ് പര്യടനം ശനിയാഴ്ച പ്രദേശത്ത് നടക്കാനിരിക്കെയായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ സ്ഫോടനം നടന്നത്. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.